ഹലോ ഗൈസ്, നമ്മൾ ഇന്നൊരു സ്പെഷ്യൽ ബിരിയാണി ഉണ്ടാക്കാൻ പോവാണ്. കൂൺ ബിരിയാണിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. ഒരു ചെറിയ കൂൺ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇത് കൊടുക്കാനും പറ്റൂല, നാളത്തേക്ക് ഇത് ചീത്തയേക്കും. അപ്പൊ ഒന്ന് പറിച്ചിട്ട് ബിരിയാണി ഉണ്ടാക്കാൻ വെച്ചിട്ടോ. നമുക്ക് തുടങ്ങാം. അപ്പൊ ഞാൻ കൈമ റൈസ് ആണ് കേട്ടോ വാങ്ങിയിരിക്കുന്നത്. സാധാരണ ഞാൻ ബിരിയാണി ഉണ്ടാക്കാനായിട്ട് നമ്മുടെ ഇന്ത്യ ഗേറ്റ് ആണ് വാങ്ങാറ്. ഇന്നിപ്പോൾ എനിക്കിത് കിട്ടിയുള്ളൂ. 1/2 കിലോ വാങ്ങിച്ചിട്ടോ. ഒരു 1.25 കപ്പ് ഉണ്ട്. അതേ കുതിർത്തി വെച്ചിരിക്കുവാണ്. പിന്നെ മസാല ഉണ്ടാക്കാനുള്ള സവാളയും, ഒരു സവാളയുടെ പകുതിയുള്ളൂ കേട്ടോ. സവാളയും പിന്നെ കുറച്ച് കൊച്ചുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതേ വെളുത്തുള്ളി, ഒരു 2 പച്ചമുളകും, പിന്നെ ഇതേ കുറച്ച് മല്ലിയില ഉണ്ട് കേട്ടോ. ഇത്തിരിയേ ഉള്ളൂ മല്ലിയില. ഞാനിവിടെ മുളപ്പിച്ചതാണ് കേട്ടോ. പിന്നെ ഇതേ 2 തക്കാളി എടുത്തിട്ടുണ്ട്, പച്ച തക്കാളിയാണ് കേട്ടോ. പിന്നെ നമ്മുടെ കൂൺ എടുത്തിട്ടുണ്ട് കേട്ടോ. ആദ്യം തന്നെ നമുക്ക് മസാല റെഡിയാക്കാം. ആദ്യം തന്നെ ബിരിയാണി ഡെക്കറേറ്റ് ചെയ്യാനുള്ള അണ്ടിപ്പരിപ്പും കിസ്മിസും വറുത്തെടുക്കാം കേട്ടോ. ഒരു പാക്കറ്റ് വാങ്ങിച്ചിട്ടുള്ളൂ. ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ. നമ്മുടെ പച്ചമുളകും സവാളയും വെളുത്തുള്ളിയും കൊച്ചുള്ളിയൊക്കെ നല്ലപോലെ വഴന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ. കൂണിട്ട് കൊടുക്കാം. രണ്ട് മിനിറ്റ് അടച്ചു വെക്കാം കേട്ടോ. നമ്മുടെ തക്കാളിയൊക്കെ വഴന്ന് വന്നിട്ടുണ്ട്. കൂണും വെന്തിട്ടുണ്ടാവും. അപ്പോൾ നമുക്കതിലേക്ക് മീറ്റ് മസാല ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് 10 രൂപയുടെ ഒരു പാക്കറ്റാണ് വാങ്ങിച്ചിരിക്കുന്നത്. അത് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കാം. ഗ്രേവിക്കായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതേ നമ്മുടെ എന്നെ എത്തുമോയെന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. വൈകുന്നേരം അല്ല, ഇപ്പോൾ ഒക്കെ എപ്പോഴും അവളെ എടുത്തുകൊണ്ട് നടക്കണം. അപ്പോൾ ഞങ്ങൾ എന്താ ഉണ്ടാക്കാൻ പോകുന്നത്? ബിരിയാണി. എന്ത് ബിരിയാണി? കൂൺ ബിരിയാണി. അപ്പൊ നമുക്ക് ഇതിൽ കുറച്ച് മല്ലിയിലയും കൂടി തൂവി കൊടുക്കാം കേട്ടോ. ആകെ ഇച്ചിരിയേ ഉള്ളൂ മല്ലിയില, അതും കൂടി ഇട്ട് കൊടുക്കാം. നമ്മുടെ കൂൺ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഇറക്കി വെച്ചതിന് ശേഷം നമുക്ക് റൈസ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ട് ഇത് ഉരുളി വെച്ചിട്ട് അതിലേക്ക് കഴുകി വാരി വെച്ചിരിക്കുന്ന അരി ഇട്ട് കൊടുക്കണം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇതിലേക്ക് വേണ്ട സ്പൈസി ഐറ്റംസ് ഇട്ട് കൊടുക്കാൻ മറന്നു കേട്ടോ. അപ്പോൾ അരി ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് കുറച്ച് നെയ്യ് ഒഴിച്ച് ഒരു കഷ്ണം കറുവപ്പട്ടയും ഒരു 5-6 ഗ്രാമ്പും പിന്നെ ഒരു 4 ഏലക്കയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒന്ന് മൂത്ത് വന്നപ്പോഴേക്കും അരി കൂടെ ഇട്ട് ഇളക്കി ഒരു 3 ബൗൾ വെള്ളം കൊണ്ട് ഒഴിച്ച് കൊടുക്കുന്നത്. 1.25 ബൗൾ അരി ഉണ്ടായിരുന്നു. അപ്പോൾ 3 ബൗൾ വെള്ളം ഒഴിച്ച് കൊടുത്തു. പാകത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം അടച്ച് വെച്ച് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അതേ നമ്മുടെ റൈസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. റൈസിൻ്റെ നടുക്കായിട്ട് കൂൺ മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് റൈസ് ഒന്ന് തട്ടിപ്പൊത്തി വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ വറുത്ത് വെച്ചിരിക്കുന്ന നട്ട്സും കിസ്മിസും ഇട്ട് കൊടുത്തു. കുറച്ച് മല്ലിയില ഉണ്ടായിരുന്നു, അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ബിരിയാണി, കൂൺ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അങ്ങനെയുണ്ട്. ഇഷ്ടമായാ? ഞാൻ കഴിച്ചോട്ടെ കേട്ടോ.
സൂപ്പറാണ് കേട്ടോ. അപ്പൊ ഇനി ഞങ്ങൾ കഴിക്കട്ടെ. ബൈ.